നമസ്കാരം. ഈ പുതുവർഷത്തിൽ പെൻഷനായി ബന്ധപ്പെട്ട പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ പുതുവത്സരത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഈ ജനുവരി മാസത്തിൽ ക്ഷേമ പെൻഷൻ ആനുകൂല്യ വിതരണ അറിയിപ്പാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഫെബ്രുവരി തൊട്ട് 2024 ക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്നിരുന്നു. പിന്നീട് 2024 മാർച്ച് മാസം തുടങ്ങിയാണ് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മുടങ്ങിയ സാഹചര്യമായിരുന്നു. അതിനുശേഷം സാധാരണക്കാരുടെ ഇടയിൽ വലിയ തോതിലുള്ള വിമർശനത്തിന് കാരണമായി. സർക്കാർ കോടതി വരെ കയറിയിറങ്ങുന്ന സാഹചര്യം എത്തിച്ചേർന്നു. അതിനുശേഷമാണ് 2024 സംസ്ഥാന ബജറ്റിൽ എല്ലാ മാസം മുടങ്ങാതെ പെൻഷൻ എത്തിച്ചേരും എന്ന് ധനമന്ത്രി പറയുകയും നമുക്ക് മാർച്ച് മാസം തുടങ്ങി ക്ഷേമ പെൻഷൻ എല്ലാ മാസം മുടങ്ങാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരാൻ തുടങ്ങിയത്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എല്ലാ മാസം 20-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിലുള്ള ആ രീതിയിൽ നമുക്ക് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുകയും ചേർന്നു. ഇപ്പോൾ ജനുവരി മാസമായിരുന്നു, പുതുവർഷമായിരുന്നു. ജനുവരി മാസം ഇതുപോലെ തന്നെ തുക എത്തിച്ചേരുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനുവരി മാസം ആദ്യ ആഴ്ചയിൽ നമുക്ക് ക്ഷേമ പെൻഷൻ എത്തിച്ചേരില്ല. ഈ പറഞ്ഞ പോലെ തന്നെ 20-നും 30-നും ഇടയിലാണ് നമുക്ക് പെൻഷൻ തുക എത്തിച്ചേരുള്ളൂ. മാത്രമല്ല ഈ സാമ്പത്തിക വർഷം നമുക്ക് ക്ഷേമ പെൻഷൻ ഒരു ഗഡുവും കൂടെ അധികം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ജനുവരി മാസം. അതായത് ഈ മാസയുടെ തുകയുടെ ചേർത്ത് നിലവിൽ 3200 ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു 2024 കാലഘട്ടങ്ങളിൽ. അതിൽ 2 ഗഡുക്കൾ ഈ 2025-2024 കാലഘട്ടത്തിൽ വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നതാണ്. അതിലൊരു ഗഡു ഓണത്തിന് വിതരണം ചെയ്തു. ഇനി ഒരു ഗഡുണ്ട്. അത് ഈ ജനുവരി മാസം തുടങ്ങി മാർച്ച് മാസം വരെയുള്ള മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം 3200 ലഭിക്കും. അത് ഈ ജനുവരി മാസം തന്നെ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അല്ലാത്ത വർഷം ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന മാസത്തിലേക്ക് അത് മാറ്റിയാൽ നമുക്ക് എല്ലാ മാസം ലഭിക്കുന്ന 1600 രൂപ പോലെ തന്നെ ഇതും ലഭിക്കുന്നതാണ്. 25-30 ആ ഡേറ്റ് സമയത്ത് തന്നെ. അത് തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അതിന് മുമ്പാകെ തന്നെ ഈ കുടിശ്ശിക പെൻഷൻ തന്നു തീർക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. അത് ഒക്ടോബർ, നവംബർ മാസങ്ങളിലൊക്കെയാണ് വരുന്നത് ചേരുക. അതിന് മുമ്പാകെ തന്നെ സർക്കാർ വിവിധ ആനുകൂല്യങ്ങളും ഈ ഉള്ള കുടിശ്ശികയും ഒക്കെ തന്നു തീർക്കാൻ സർക്കാർ ശ്രമിക്കും. അത് ഉറപ്പാണ്. കാരണം സർക്കാരിന് ഇലക്ഷന് തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് കുടിശ്ശിക തുകയൊക്കെ തന്നില്ലെങ്കിൽ അതിന് സർക്കാർ എന്തായാലും വഴിവെക്കില്ല. എന്തായാലും ഈ 6400 രൂപയും കുടിശ്ശിക തുക മൊത്തത്തിൽ എന്തായാലും തന്നു തരും. കൂടാതെ ഈ 2025 ആദ്യ ബജറ്റിൽ തന്നെ ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടികളും ഉണ്ടാകും. സർക്കാർ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ആദ്യം ക്ഷേമ പെൻഷൻ കാര്യമാണ് പറഞ്ഞിരുന്നത്. വാക്ക് പാലിക്കാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചില്ല. ഇത് പറഞ്ഞിരുന്ന വാക്ക് 2500 പെൻഷൻ എത്തിക്കുമെന്നാണെന്ന്. 2500 എങ്കിലും എത്തിച്ചില്ലെങ്കിൽ ഇലക്ഷന് മുമ്പാകെ തന്നെ ഒരു 2000 എങ്കിലും
ക്ഷേമ പെൻഷൻ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ഈ കാര്യങ്ങൾ 2025 ആദ്യ ബഡ്ജറ്റിൽ തന്നെ ഇതിനൊരു മുന്നോടി എന്നുള്ള നിലയിൽ ഒരു 100-200 കൂട്ടി ഇപ്പം 1600 ലഭിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ഈ ബഡ്ജറ്റ് കഴിഞ്ഞാൽ ഒരു 1800, 1700, 1750 തുക എത്തിച്ചേർന്നേക്കാം. ഈ സാഹചര്യമൊക്കെ പരിശോധിച്ച് നമുക്ക് ജനുവരി ആദ്യമോ അല്ലെങ്കിൽ ഫെബ്രുവരി അവസാനമൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് ബഡ്ജറ്റ് വരിക. ആ ബഡ്ജറ്റിൽ പ്രഖ്യാപനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ പെൻഷൻ ഉപഭോക്താക്കൾക്ക് ഏറെ സന്തോഷകരമാകുന്ന, ഏറെ സഹായകരമാകുന്ന ആ പ്രഖ്യാപനം 2025 ബഡ്ജറ്റിൽ ഉണ്ടാകും എന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ സ്ത്രീകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന, വിധവാ പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാ സ്ത്രീകളും ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി 2025 ജനുവരി മാസമായപ്പോൾ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതുപോലെ പുനർവിവാഹിലാന്ന് ഉള്ള സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. അതുപോലെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റും, വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭർത്താവ് മരിച്ചുപോയ സർട്ടിഫിക്കറ്റും ഒക്കെ ജനുവരി മാസത്തിൽ ഹാജരാക്കണം എന്ന അറിയിപ്പ് വന്നിരിക്കുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക. അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ ഒക്കെയാണ് നിങ്ങളെ അപേക്ഷിക്കേണ്ട സാഹചര്യങ്ങൾ. അക്ഷയയിൽ പോയി സർട്ടിഫിക്കറ്റുകളൊക്കെ സമർപ്പിക്കണം ഓൺലൈനായിട്ട്. അപേക്ഷ വെച്ചതിന് ശേഷം പഞ്ചായത്തിലും നിങ്ങൾ അതാത് സർട്ടിഫിക്കറ്റുകൾ കോപ്പി എടുത്ത് നൽകുന്നതാണ്. എല്ലാവരും ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാതിരിക്കരുത്. പിന്നെ പെൻഷനായിട്ട് ബന്ധപ്പെട്ട എന്ത് അറിയിപ്പിനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമാണ് ഞാൻ എഴുതുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തുള്ളൂ. പിന്നെ ക്ഷേമ പെൻഷൻ സർക്കാർ അറിയിപ്പുമായി എല്ലാ വാർത്തകളും ജെനുവിനായിട്ടാണ് ഈ ചാനലിൽ വരുന്നത്. കാരണം ഞാനും ഒരു ഭിന്നശേഷിക്കാരനാണ്. എല്ലാ മാസം പെൻഷൻ മുടങ്ങാതെ മേടിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഫേക്ക് ന്യൂസ് എന്തായാലും ഈ ചാനലിലൂടെ ക്ഷേമ പെൻഷൻ ബന്ധപ്പെട്ട് വരില്ല. സർക്കാരിൻ്റെ എല്ലാ അറിയിപ്പും അതുപോലെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാനും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാളാണ്. കാരണം ഞാനും വീൽ ചെയറിലാണ്. എല്ലാവരെയും പോലെ ഞാനും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാളാണ് ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ. എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്യേണ്ട. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി കടപ്പാടും അറിയിക്കുന്നു.